രാഷ്ട്രീയ പാർട്ടികളുടെ മതമേലങ്കി അണിയുകയും സമുദായ രാഷ്ട്രീയ പാർട്ടി എന്ന് പേര് പറയുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ കരാളഹസ്തങ്ങളാൽ അവരുടെ കടാരകളാൽ മരിച്ചു വീഴുന്നതിന്റെ കാഴ്ചകൾ നമ്മൾ വായിച്ചവരാണ്, നമ്മൾ അറിഞ്ഞവരാണ്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, 40-ലേറെ നമ്മുടെ പ്രവർത്തകരെ നിരന്തരമായി കൊന്നു തള്ളിയ മുസ്ലിം ലീഗിനോട് പറയാനുള്ളത്, നിങ്ങൾ കൊന്നാൽ ഈ പ്രസ്ഥാനം തീർന്നു പോകുമെന്ന് കരുതരുത്. ഇത് നെഞ്ചിടിപ്പുള്ള പ്രസ്ഥാനമാണ്, നേരിന്റെ പക്ഷത്ത് എത്ര കാലവും നിലനിൽക്കാൻ ഞങ്ങൾക്ക് ആവേശമുണ്ട്, ആർജവമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കൊന്നു തള്ളുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാത്തത് മസിൽ പവറില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊലക്കത്തിയെടുക്കാൻ ധൈര്യമുള്ളവരില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഞങ്ങൾ പഠിച്ചു വെച്ച ആശയം മദീനയിൽ നിന്ന് പകർന്നു തന്ന സമാധാനത്തിന്റെ ആശയമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ട് 40-ലേറെ കൊലപാതകങ്ങളോട് ക്ഷമയോടെ ഞങ്ങൾ പിന്തുടർന്നതും അതിനോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിന്ന് വിഷമങ്ങളെ പങ്കുവെച്ചതും. ഓർമ്മിപ്പിക്കുവാനുള്ളത്, തെരഞ്ഞെടുപ്പുകളുടെ ജയപരാജയങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കയറാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ ചൂണ്ടുവിരലുകൾ സാക്ഷിയാകുന്നൊരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾ ഇതിന് കണക്ക് പറയേണ്ടി വരും. ഇവിടെയുള്ള പ്രവർത്തകരോടും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടും വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരോടും ഓർമ്മിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് പലപ്പോഴും ലീഗിനെതിരിൽ വലതുപക്ഷത്തിനെതിരിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരൊറ്റ കാരണം 44-ലേറെ ഞങ്ങളുടെ പ്രവർത്തകരെയാണ് ഇഞ്ചിഞ്ചായി മുസ്ലിം ലീഗ് കൊല ചെയ്തു കളഞ്ഞത്. ഇത് ചോദിക്കുന്നത് കൊണ്ട്, ഹൃദയത്തിൽ ദണ്ഡമുള്ളത് കൊണ്ടാണ് ഇന്നും ഈ സംഘം ഇങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങിയത്. പ്രിയപ്പെട്ട നേതാക്കളോട് ഉണർത്തുവാനുള്ളത്, ഞങ്ങളുടെ സംഘം ഏതെങ്കിലും കൊലപാതകങ്ങളെ കൊണ്ട് തീർത്തു കളയാമെന്ന് വ്യാമോഹിക്കരുത്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം നബി അബൂബക്കർ മുസ്ലിയാർ ഈ പ്രസ്ഥാനത്തിന്റെ ചൈത്രയാത്ര തുടങ്ങിയ അന്നു മുതൽ ഇതിനെ ഊതിക്കെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓർക്കുക, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഓ ധിക്കാരികളെ, നിങ്ങൾ എത്ര ഭയന്നാലും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സത്യത്തിന്റെ പതാക നിലനിൽക്കുക തന്നെ ചെയ്യും, എന്നെന്നും നിലനിൽക്കും. ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക്, ജനാധിപത്യപരമായി ഈ സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എന്നും നിലകൊണ്ട് നിങ്ങളോട് ജനാധിപത്യപരമായി തന്നെ ഇത്ര നാളും പ്രതികരിച്ച രൂപത്തിൽ പ്രതികരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിട ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവർത്തകന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറ ലോകം വിജയമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമ്മൾ ഒരുമിച്ച് നിന്നത്, നമ്മൾ ചേർന്നു നിന്നത് ആഖിറത്തിലെ വിജയങ്ങൾക്ക് വേണ്ടിയാണ്, ആഖിറത്തിലെ വിജയങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിച്ചു പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതേതെങ്കിലും കൊലക്കത്തി രാഷ്ട്രീയങ്ങളുടെ പേരിൽ അസ്തമിപ്പിക്കാൻ SYS-കാരൻ ഉദ്ദേശിച്ചിട്ടില്ല, SSF-കാരൻ ഉദ്ദേശിച്ചിട്ടില്ല. കൊലക്കത്തിയുമായി ഇറങ്ങുന്നവരോട് പറയാനുള്ളത്, ഞങ്ങൾ സമാധാനകാംക്ഷികളാണ്, സമാധാനത്തിനായി ഏതറ്റവും വരെ പോകുന്നവരാണ്, ജനാധിപത്യപരമായി എല്ലാത്തിനെയും നേരിടുന്നവരാണ്, നിയമപാലകരോട് കൃത്യമായി പാലിച്ചുകൊണ്ട് നിയമങ്ങളെ പാലിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങളുടെ പൂർവ്വഗാമികളായ ഒരുപാട് പ്രവർത്തകരെ പല രാഷ്ട്രീയത്തിന്റെ പേരുള്ളവർ ഇവിടെ കൊന്നുതള്ളിയപ്പോഴും ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിച്ച്, ജനാധിപത്യ മാലിന്യങ്ങളെ അനുസരിച്ച് നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ്. ഇനിയും ഞങ്ങൾ തുടരും. ജനാധിപത്യം നീണാൽ വാഴും. SSF ജയിക്കും, SYS ജയിക്കും, അതെന്നും വിജയിക്കും. ഈ കൊടിയെ താഴ്ത്തിക്കെട്ടാൻ ഒരൊറ്റ മാടമ്പികളും ഇവിടെ വളർന്നിട്ടില്ല, വളരുകയില്ല. ഇനി ഒരു കാലത്തും ഈ പതാകയെ താഴ്ത്തിക്കെട്ടാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. എന്നെന്നും നിലനിൽക്കും, എന്നെന്നും ഇത് നിലനിൽക്കും. SYS സിന്ദാബാദ്, സിന്ദാബാദ്, SSF സിന്ദാബാദ്, മാർച്ച് സിന്ദാബാദ്. കാനങ്ങാട്ടും കല്ലാങ്കുഴിയും, കാനങ്ങാട്ടും കല്ലാങ്കുഴിയും, കാനങ്ങാട്ടും കല്ലാങ്കുഴിയും, കാനങ്ങാട്ടും കല്ലാങ്കുഴിയും, ചോര ചിന്തിയ കാബാലികരെ എന്ന് പറഞ്ഞ്